ശ്രീ ബിനോയ് വിശ്വം, പുറത്തുവരുന്ന വാർത്ത പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് സ്ഥിരീകരിച്ച കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. നമ്മളതിൽ ഒന്ന്, ഈ ADGP അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന A. ജയകുമാർ, അദ്ദേഹമാണ് അന്ന് വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത്. ആ സമയത്ത് തൃശ്ശൂർ പാറമേക്കാവിലെ RSSൻ്റെ ക്യാമ്പിൽ വിദ്യാമന്ദിറിൽ പോയി ഈ RSSൻ്റെ ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പക്ഷേ അദ്ദേഹം അത് വിശദീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നത്, സ്വകാര്യ സന്ദർശനമെന്നാണ്. പക്ഷേ ലോ ആൻഡ് ഓർഡർ ചുമതലയിലുള്ള ഒരു ADGP, LDFന് വളരെ വിശ്വസ്തനായ ഒരു ADGP എന്ന് പുറത്ത് ധാരണയും പ്രതീതിയുമുള്ളൊരു ADGP ഇത്തരമൊരു സന്ദർശനം നടത്തിയത് ശരിയാണോ? അതിനൊരു ഗൂഢാലോചനയുണ്ടോ? അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? എനിക്കൊരു വാചകം ആദ്യമായി പറയാനുള്ളത് നയപ്രഖ്യാപനം തന്നെയാണ്. നയപ്രഖ്യാപനമാണ് LDFന് RSSുമായി യാതൊന്നുമില്ല, ഉണ്ടാകുക വയ്യ. ആശയപരമായി, സൈദ്ധാന്തികമായി, രാഷ്ട്രീയമായി ഒന്നുമില്ല. LDFനും RSSനും ഇടയിൽ യാതൊന്നുമില്ലാതിരിക്കെ ഈ ചോദ്യങ്ങളൊക്കെ പൊന്തിവരും. ആ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം വേണമെന്ന് കേരളത്തിന് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന അവകാശമുണ്ട്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ സാംസ്കാരികോത്സവത്തിന് തകടം പതിച്ചതിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ADGP സ്വന്തം കാറ് മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വകാര്യ കാറിനകത്ത് കയറി RSS മേധാവിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ തൊഴിലെന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആകാംക്ഷ കാണും. അതിന് ഉത്തരങ്ങൾ വേണ്ടിവരും. മാത്രമല്ല, ADGP സന്ദർശനം നടത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ സോഴ്സ് അനുസരിച്ച് അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങേക്ക് അറിയാവുന്നതുപോലെ അത് RTയുടെ പരിധിയിൽ വരില്ല, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളൊന്നും. അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നും അദ്ദേഹത്തെ ആ ചുമതലയിൽ നിർത്തിയത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ഈ സമയത്ത്, ഈ ഘട്ടത്തിൽ അതേപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിതാണ്, RSSനും LDFനും ഇടയിൽ പൊതുവായിട്ട് യാതൊന്നുമില്ല, ഉണ്ടാകുക വയ്യ. ആ ചുറ്റുപാടിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP, അതും തൃശ്ശൂർ പൂരത്തിന്റെ സംഭവത്തിലെല്ലാം ആരോപണത്തിന് വിധേയനായിട്ടുള്ള ഒരു ADGP സ്വന്തം കാറ് മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ ഒരു RSS മേധാവിയുടെ കൂടെ അദ്ദേഹത്തെ RSS മേധാവിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. എന്ത് വിജ്ഞാനമാണ്, എന്ത് ഭാരതീയമായ കാര്യമാണ് അവർക്കിടയിൽ പങ്കുവെക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്ത് കാര്യമായാലും ആ കൂടിക്കാഴ്ചയെ പറ്റി കേരളത്തിന് അറിയാൻ അവകാശമുണ്ട്. അത് നിസ്സാരമല്ല. ഞാൻ ഇപ്പം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ശ്രീ ബിനോയ് വിശ്വം.